വിവാദങ്ങൾ വിട്ടൊഴിയാതെ മലയാള സിനിമ. ഇപ്പോഴിതാ മലയാള സിനിമയിലെ യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. താരങ്ങൾ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കൊച്ചിയിലെ ഹോട്ടലിലെത്തി കണ്ടെന്ന ആരോപണം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കേസന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ നടിയുടേതെന്ന രീതിയിൽ ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. താൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറില്ലെന്ന് പ്രയാഗ പ്രതികരിച്ചുവെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ജോലിയിൽ നിന്ന് കുറച്ചു നാളുകളായി ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. വെജിറ്റേറിയൻ ഭക്ഷണവും യോഗയുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല. തെറ്റായ പ്രചാരണം കേട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പോലീസ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ പോകും. അവർ അവരുടെ ജോലി ചെയ്യട്ടെ എന്നാണ് പ്രയാഗയുടെ പ്രതികരണം. പ്രയാഗ മാർട്ടിനെതിരെയുള്ള ആരോപണങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ അമ്മ ജിജി മാർട്ടിൻ നിഷേധിച്ചിരുന്നു. പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ. അവൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലെന്നാണ് അമ്മ പ്രതികരിച്ചത്. വിഷയത്തിൽ ഇതുവരെയും പ്രയാഗയോ ശ്രീനാഥോ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ പ്രയാഗ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലാകുന്നത്. വാർത്തകളോടുള്ള പ്രയാഗയുടെ പ്രതികരണമായിട്ടാണ് സ്റ്റോറി കണക്കാക്കപ്പെടുന്നത്. ഹഹ ഹിഹി ഹുഹു എന്നെഴുതിയ ബോർഡാണ് താരം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത്. പ്രയാഗയുടെ സ്റ്റോറി വൈറലായി മാറുകയാണ്. അതേസമയം നടി പ്രയാഗ മാർട്ടിൻ, നടൻ ശ്രീനാഥ് ഭാസി എന്നിവർ ഓം പ്രകാശിൻ്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർക്ക് പുറമെ 20ഓളം പേർ ഓം പ്രകാശിൻ്റെ മുറിയിൽ എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലഹരി വിൽപ്പന നടന്നുവെന്ന് സംശയമുള്ള ഓം പ്രകാശിൻ്റെ ഈ മുറിയിലെത്തിയവരെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. പ്രയാഗയെയും ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഓം പ്രകാശിനെയും സുഹൃത്തായ ഷിഹാസിനെയും ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് പോലീസ് പിടികൂടിയത്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരെയും പിടികൂടിയത്. താരങ്ങൾ എത്തിയതെന്തിന് എന്നറിയാൻ ഓം പ്രകാശിനെയും ഷിയാസിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇരുവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഹോട്ടലിൽ 3 മുറികളായിട്ടാണ് ലഹരി ഇടപാടുകൾ നടത്തിയതെന്ന് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് താരങ്ങൾ മുറിയിലെത്തിയതായി കണ്ടെത്തുന്നത്. ബാലതാരമായി സിനിമയിലെത്തിയതാണ് നടി പ്രയാഗ മാർട്ടിൻ. സാഗർ ഏലിയാസ് ജാക്കി ആയിരുന്നു ആദ്യ സിനിമ. പിന്നീട് തമിഴ് സിനിമയിലൂടെ താരമായി മാറുകയായിരുന്നു. പിസാസ് എന്ന സിനിമയിലെ പ്രയാഗയുടെ വേഷം കയ്യടി നേടിയിരുന്നു. തുടർന്ന് മലയാളത്തിലേക്ക് നായികയായി തിരികെ വരികയായിരുന്നു. ഒരു മുറൈ വന്ന് പാർത്തായ, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. പ്രയാഗ സോഷ്യൽ മീഡിയയിൽ പ്രയാഗയുടെ വൈറൽ ലുക്കുകൾ ചർച്ചയാകാറുണ്ട്.